സ്നേഹാദരണീയരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ സർവ മേഖലകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി മുത്തഖികളായി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ജീവിതത്തിന്റെ വാർദ്ധക്യ ഘട്ടത്തിൽ, സായാഹ്ന കാലത്തിൽ അദ്ദേഹത്തിന്റെ മകനോട് കൊടുക്കുന്ന ഒരു വളരെ അർത്ഥഗർഭമായ ഒരു ഉപദേശമുണ്ട്. മകനോട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ഫൻതബിഹ് യാ ബുനയ്യ ലിനഫ്സിക് ഇൻദം അലാമ മലാമിൻ തഫ്രീതിക് വജ്തഹിദ് ഫീ ലിഹാഖിൽ കാമിലീന മാദാമ ഫിൽ വഖ്തി സഅ. അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട മകനെ, നിന്റെ ആത്മാവിനെ കുറിച്ച് നീ ബോധവാനാകേണ്ടതുണ്ട് എന്ന് ഒരു വാപ്പ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ ഇതുവരേക്കുമുള്ള വീഴ്ചകളിൽ നിനക്ക് ചെറുതല്ലാത്ത കുറ്റബോധമുണ്ടാകേണ്ടതുണ്ട്. സമയമുണ്ടായിരിക്കെ തന്നെ, അതായത് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലല്ല, കയ്യിൽ ഒരുപാട് സമയമുണ്ടായിരിക്കെ തന്നെ, ആയുസ്സുണ്ടായിരിക്കെ തന്നെ പരിപൂർണത നേടി അള്ളാഹുവിങ്കലേക്ക് അടുത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് എൻ്റെ പ്രിയപ്പെട്ട മകനെ നീ ശ്രമിക്കേണ്ടത്. അതോടൊപ്പം നീ നിന്റെ ജീവിതത്തിന്റെ മരത്തെ നനച്ചു കൊടുക്കണം. വളരെ നല്ല മനോഹരമായ ഒരു ഉപമയാണ്. വസ്തഖി ഹുസ്നക് മാദാമത് ഫീഹി റുതൂബ. നിന്റെ മരത്തിന്റെ കൊമ്പുകൾക്ക്, ജീവിതത്തിന്റെ മരത്തിന്റെ കൊമ്പുകൾക്ക് അത് ഉണങ്ങിപ്പോകുന്നതിന് മുമ്പേ നീ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഉണങ്ങിപ്പോയിട്ട് നീ ഏത് മരത്തിനും ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വൃഥാവിലാണ്, വെറുതെയാണ്. അതുകൊണ്ട് നീ പാഴാക്കി കളഞ്ഞ ഓരോ നിമിഷത്തെയും കുറിച്ച് പ്രിയപ്പെട്ട മകനെ നീ ഓർക്കുക. നീ പാഴാക്കി കളഞ്ഞ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുക എന്നത് തന്നെ കഫാഇളതൻ, ഉപദേശമായി അത് തന്നെ മതി. കഴിഞ്ഞ കാലം വെറുതെ കളഞ്ഞല്ലോ എന്നൊരു ചിന്ത മാത്രം മതി യഥാർത്ഥത്തിൽ നിനക്ക് ഒരു ഉപദേശമായി. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം മകനോട് നടത്തുന്ന ഈ ആലോചന, കഴിഞ്ഞ ആഴ്ചയും ഖുതുബയിൽ നിങ്ങളോട് ഖത്തീബ് സംസാരിച്ചത് ആ വിഷയത്തെക്കുറിച്ചാണ്. നമ്മളൊരു പുതിയ എന്തിനെക്കുറിച്ച് ആലോചിക്കപ്പെടും? അതായത് പുതിയ വീട് വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, പുതിയ വാഹനം വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, മക്കളെ പുതിയ സ്കൂളിൽ ചേർക്കുന്നത്, പുതിയ കോളേജിൽ ചേർക്കുന്നത്, അതായത് നമ്മുടെ എല്ലാ പുതിയതിനും ഇസ്ലാം പറയുന്നത് യഥാർത്ഥത്തിൽ പുതിയതെല്ലാം പുതിയതാണോ? ഇപ്പോൾ പുതിയൊരു കൊല്ലം ആവേശത്തിൽ ആഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ആളുകൾ അതിനെ വരവേൽക്കാറുള്ളത്. ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളത് നമുക്കിടയിലെ ഒരു പതിവ് ആശംസാ വാക്കാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു പുതിയ ഒരു കൊല്ലം ഉണ്ടോ? മനുഷ്യ ജീവിതത്തിൽ ഒരു പുതിയ കൊല്ലം വരുന്നു എന്നുള്ളത് ആ പുതിയ കൊല്ലത്തെ
വിശ്വാസി നോക്കിക്കാണേണ്ടുന്ന ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അയാൾക്ക് അതിനോടൊരു ഹാപ്പി എന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ സ്വന്തത്തെ വഞ്ചിച്ചുകൊണ്ട് അതിനോട് ഹാപ്പി പറയാൻ പറ്റില്ല. സ്വന്തത്തെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ അതിൽ സന്തോഷവാനാണ് എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. മറിച്ച് ഞാനുള്ളത് ഏറ്റവും സുന്ദരമായ എൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണെന്ന് ഒരാൾക്ക് ഉറപ്പ് വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് പോലെ അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു ലിമൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹിൽ മുന. ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്വന്തം കാര്യത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി ചിന്തിക്കുന്നവനാണ്. അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. മത്സര പരീക്ഷയിൽ 1ാം സ്ഥാനം നേടുന്നവനോ 2ാം സ്ഥാനം നേടുന്നവനോ അല്ല യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. മൻ ദാന നഫ്സഹു, സ്വന്തം നഫ്സിനെ അവന്റെ കൺട്രോളിലാണ് അവൻ വെച്ചിട്ടുള്ളത്. സ്വന്തം നഫ്സിനെ അവൻ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നു. മറ്റൊരാൾക്കും അത് കീഴ്പ്പെടുത്തുക സാധ്യമല്ല. മറ്റേത് മോഹത്തിനും മറ്റേത് പിശാചിനും അവനെ പിടികൂടുക സാധ്യമല്ല. കാരണം അവന്റെ കൺട്രോളിലാണ് അവൻ ഉള്ളത്. വഅമില ലിമാ ബഅദൽ മൗത്ത്. അവൻ എന്തുകൊണ്ടാണ് ബുദ്ധിമാനാകുന്നത് എന്ന് ചോദിച്ചാൽ അവൻ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നേ പ്രിപ്പയർഡാണ്. അവന്റെ അമല് കൃത്യമാണ്. എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ അശക്തനായവൻ? അവൻ തോന്നുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നവനാണ്. സ്വന്തം ഹവയെ അനുസരിക്കുന്നവനാണ്. തന്റെ ജീവിതത്തിൽ ഏതാണ് മുന്തിക്കേണ്ടത്, പിന്തിക്കേണ്ടത്, ശരിയേത്, തെറ്റേത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകൾ അധികമൊന്നും പിടികൂടാത്തൊരുത്തൻ. എന്നല്ല വതമന്ന അലല്ലാഹിൽ മുന, അള്ളാഹുവിനെ കുറിച്ച് വ്യാമോഹം വെച്ച് പുലർത്തുന്നവൻ. വലിയ ഒരു വാക്കാണ് കേട്ടോ അത്. അള്ളാഹിനെ കുറിച്ച് വ്യാമോഹം വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞതിന് പ്രകാരമല്ലാതെ ജീവിക്കുകയും, എന്നാൽ അള്ള പുറത്തു കൊടുക്കുന്നവനാണ്, അള്ള റഹീമാണ്, അള്ള ഗഫൂറാണ്, അള്ള വദൂദാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയതിനെ തെറ്റ് ചെയ്യുന്നതോടൊപ്പം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവൻ. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. മഹാനായ ആമിർ ഉസ്മാനി അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നുണ്ട്, ഉറൂജ് സെ ബഹ്റവർ ന ഹോഗി കബി ഹയാത്തെ മുനാഫിഖാന. മാനസികമായും ജീവിതത്തിലും തന്നെ ഒരു ഉയർച്ചയും കബി ഹയാത്തെ മുനാഫിഖാന, മുനാഫിക്കായ ഒരു ജീവിതത്തിന് ലഭിക്കില്ല. അയാൾ എപ്പോഴും വലിയൊരു കൺഫ്യൂഷനിലായിരിക്കും. കാരണം അയാളുടെ മനസ്സിൽ അയാളെ വഞ്ചിച്ചാണ് ജീവിക്കുന്നത്. സബാപ്പെ ഇസ്ലാം കാ വസീഫ മഗർ ഖയാലാത്തെ കാഫിറാന. സബാപ്പെ ഇസ്ലാം കാ വസീഫ, നാവിൽ ഇസ്ലാമിന്റെ കുറെ വർത്തമാനങ്ങളും ദിക്റും ഔറാദും ഖുർആനും ഒക്കെ ഉണ്ടാവും. പക്ഷെ മഗർ ഖയാലാത്തെ കാഫിറാന, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുഴുവൻ ഒരു കാഫിറിൻ്റെതിൽ നിന്ന് വ്യത്യസ്തമല്ല. എന്താണ് ഒരു മുസ്ലിമും മുസ്ലിം അല്ലാത്ത മറ്റൊരുവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇയാള് കുറച്ച് ദിക്റും ഔറാദും ഒക്കെ അയാളുടെ നാവിലുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ. അപ്പൊ ഇതിന്റെ തിരിച്ചുപിടിക്കൽ, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇനി അടുത്ത കൊല്ലത്തിൽ എന്നൊന്നും ആലോചിക്കേണ്ട, അടുത്ത നിമിഷത്തിൽ എന്ന് തന്നെയാണ് ആലോചിക്കേണ്ടത്. കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് ഞങ്ങളുടെ എല്ലാം ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഉപ്പ, മരണപ്പെട്ട 23 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ഉപ്പ ഇന്നലെ കവിത എഴുതിയിരുന്നു. ബുഹാരി ധർമ്മഗിരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനാണ്, നിഹാലാണ് മരണപ്പെട്ടത്. 23 വയസ്സുള്ളൂ. നിഹാലിന്റെ സഹോദരന്റെയും വിവാഹം ഒരുമിച്ച് ഒരു വേദിയിൽ വെച്ച് നടക്കേണ്ടതാണ് ഈ ആഴ്ച. അതിനു വേണ്ടുന്ന വസ്ത്രം റെഡിയാണ്, അതിനു വേണ്ടുന്ന സുഹൃത്തിനോട് ആവശ്യപ്പെട്ടതിന് പ്രകാരം കൊണ്ടുവന്ന
സുഗന്ധം റെഡിയാണ്, പക്ഷെ നിഹാലില്ല. 23 വയസ്സുള്ള ചെറുപ്പക്കാരന് കാരിരുമ്പിന്റെ ശക്തിയുള്ള ആരോഗ്യമെന്നൊക്കെ നമ്മൾ പറയാവുന്ന ഒരു പ്രായത്തിൽ എന്താണ് രോഗമെന്ന് കൃത്യമായി പോലും തിരിച്ചറിയാൻ പറ്റാതെ അതിന് ചികിത്സയ്ക്ക് രോഗം മനസ്സിലാവണമല്ലോ, അതുപോലും മനസ്സിലാകാതെ പ്രിയപ്പെട്ട നിഹാൽ, 23 വയസ്സുള്ള നിഹാൽ ഈ ആഴ്ച അള്ളാഹുലേക്ക് യാത്രയായി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത കൊല്ലം, അടുത്ത റമദാൻ എന്നൊക്കെ പറഞ്ഞ കുറേ പ്ലാൻ ഉണ്ടല്ലോ. എവിടെയാണ് നമുക്ക് പിഴക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യത്തിൽ ബർസഖ് എന്നുള്ള വാക്കിന് തന്നെ മറാന്നാണ് പേര്. പരലോകത്തിന് മുമ്പേ തന്നെ നമ്മൾ ജീവിച്ചു തീർക്കേണ്ടുന്ന ജീവിതത്തിന് ഒരു അർദ്ധവിരാമമിട്ട് അടുത്ത ലോകത്ത് പുനരുത്ഥാനത്തിന് മുമ്പ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നൊരു ബർസഖ്, മറയുള്ള കാലം. ആ മറയുള്ള കാലത്തെ എല്ലാവരും മറക്കും, കുറച്ചു നേരം മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. ഒരു കബറടക്കത്തിനൊക്കെ പോയാൽ കുറച്ച് നേരമൊക്കെ ഒന്ന് അതൊക്കെ ഉണ്ടാവും, ഒരു 2 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തിന് അതുണ്ടാവും. ചിലർക്കൊക്കെ 1 ദിവസം 2 ദിവസമൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും സ്വന്തത്തെക്കുറിച്ച് അങ്ങനെ ഒരു ബർസഖ് ഉണ്ട് എന്ന് സങ്കല്പിക്കാൻ പൂർണാർത്ഥത്തിൽ ഇല്ലാ മാഷാ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതിയും അനുഗ്രഹവും കിട്ടിയവർക്കല്ലാതെ സാധിക്കില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ഇനി അടുത്ത വലിയ വലിയ ടാസ്കുകളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാവട്ടെ. ദുനിയാവ് അങ്ങനെയാണ് കേട്ടോ, ദുനിയാവിന്റെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ആലോചിക്കേണ്ടത്. കാരണം ദുനിയാവിൽ പണിയെടുക്കാനാണ് നമ്മളുള്ളത്. നമ്മളല്ലെങ്കിൽ വേറൊരാൾ പണിയെടുക്കും, പക്ഷെ ദുനിയാവ് ഇവിടെ നിലനിർത്തുന്നത് നമ്മളല്ല. ദുനിയാവിൽ ചെയ്യാനുള്ള പണി ചെയ്യണം. കയ്യിൽ അന്ത്യനാൾ ഇങ്ങനെ സംഭവിക്കുന്നത് കാണുമ്പോൾ കയ്യിലുള്ള ഒരു കൊച്ചു ചെടി അത് കയ്യിലുണ്ടെങ്കിൽ അത് നടണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മരണം അതല്ലെങ്കിൽ പരലോക ചിന്ത എന്നുള്ളത് ദുനിയാവിൽ നിന്ന് അട്ടിപ്പായിക്കാനുള്ളതല്ല, അതിനെ മനോഹരമാക്കാനുള്ളതാണ്. പക്ഷെ ഈ ആലോചന എന്തിനാണ് ഉപകാരപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ, ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒന്നിൽ നിന്ന് നീ ഇറങ്ങിയാൽ, ഫഇദാ ഫറഗ്ത ഫൻസബ്, അടുത്തതിലേക്ക് നീ വേഗം പോകണം. ഒന്നിൽ നിന്ന് നീ വിരമിച്ചാൽ അടുത്തതിൽ വ്യാപൃതനാകണം, നന്മയുടെ കാര്യത്തിൽ. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ഏതാ? മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. ഇതെല്ലാവരും ഇങ്ങനെ കാണാതെ പഠിച്ച് ചെല്ലാറുണ്ട്, പക്ഷെ ആലോചിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എങ്ങനെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വഞ്ചകനായി ആരോഗ്യവും ഒഴിവ് സമയവും മാറുന്നത്? പിശാചിനൊന്നും പറഞ്ഞില്ലല്ലോ അവിടെ. മനുഷ്യർക്ക് പറ്റുന്നത് ഇത് രണ്ടും ഒരുമിച്ച് വരിക എന്നുള്ളത് വളരെ വളരെ ദുർലഭമായിട്ടുണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള സമയത്ത് ഒഴിവുണ്ടാവില്ല, ഒഴിവുള്ള സമയത്ത് പലർക്കും ആരോഗ്യം ഉണ്ടാവില്ല. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വലിയ പൂതിയുള്ള കാലത്ത് ഖുർആനൊന്ന് തപ്പിപ്പിടിച്ചോതാൻ പോലുള്ള കാഴ്ചശക്തിയില്ല. രാത്രി മുഴുവൻ തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് പറയുന്ന കാലത്ത് ഷുഗർ കയറിയിട്ട് എന്താണ് ഒന്ന് നിസ്കരിക്കാൻ തന്നെ വയ്യ. എൻ്റെ അടുത്തൊരു ആള് പറഞ്ഞിരുന്നു, 55 വയസ്സുള്ള ആൾ, എൻ്റെ ജീവിതത്തിൽ നിന്ന് മര്യാദക്കൊന്ന് സുജൂദ് ചെയ്യാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ജീവിതത്തിലെ അയാൾക്ക് സുജൂദ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, കാരണം ഇപ്പോഴാണ് അയാൾ നിസ്കാരത്തിലേക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ ആ മനസ്സിനെ അള്ളാഹു സ്വീകരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ നിഗ്രഹത്തിന്റെയും പരീക്ഷണത്തിന്റെയും ഒരുപക്ഷെ പരാജയത്തിന്റെയും തന്നെ കാരണം. അള്ളാഹ് എന്താണോ ഒരാൾക്ക് കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് അയാളുടെ വിജയത്തിന്റെയും കാരണം, അത് തന്നെയാണ് അയാളുടെ പരാജയത്തിന്റെയും കാരണം. ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് വെച്ചാണ് അയാൾ നാളെ സ്വർഗം നേടുന്നത്. ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ നരകം നാളെ നേടാൻ പോകുന്നതും ഒരുപക്ഷെ എന്ത് വെച്ച് തന്നെ, അതായത് വേറെ എന്തോ ചെയ്തിട്ടല്ല. നമ്മളൊക്കെ വ്യത്യസ്തരാണ്. ഇവിടെ ഇരിക്കുന്ന 500-ലധികം ആളുകൾ, ഇവരൊക്കെയും മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്തരായ ജീവിതായോധനവുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പൊ നമുക്കുണ്ടാകേണ്ട നമ്മളുടെ മേഖലയിൽ പടച്ചവൻ നമ്മളിൽ എങ്ങനെ
റബ്ബിക വഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അള്ളാഹുവിലേക്ക് സമീപസ്ഥരായിക്കൊണ്ട് നീങ്ങുക, അള്ളാഹുവിലേക്ക് എത്തുക എന്നുള്ളതാണ്. എത്രയോ പേർ, നിഹാല് മാത്രമല്ല, ഈ കഴിഞ്ഞ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ മരണപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ച് പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവാനാണ്. സമപ്രായക്കാരെ കുറിച്ച് പറയുമ്പോഴോ താഴെയുള്ളവരെ കുറിച്ചൊക്കെ പറയുമ്പോഴാണല്ലോ നമുക്കത് കൂടുതൽ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക, ബന്ധപ്പെടുത്തി നോക്കാൻ പറ്റുക. എന്നിട്ടും നമുക്കിതിലൊരു പ്രശ്നം വരുന്നില്ലെങ്കിൽ എന്തായിരിക്കും പ്രശ്നം എന്നറിയാം? വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. ഇതൊന്നും അവരുടെ ഹൃദയത്തെ പ്രകമ്പിതമാക്കാൻ അത് ബാധകമാകുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ അതിനൊട്ടും കാരണമാകുന്നില്ലെങ്കിൽ, ഇതുകൊണ്ട് ഒരു പ്രയോജനവും അവർക്ക് ഈമാനികമായും ലഭ്യമാകുന്നില്ലെങ്കിൽ, റാന, അവരുടെ ഹൃദയങ്ങൾക്ക് കറ പിടിച്ചിരിക്കുന്നു, ക്ലാവ് പിടിച്ചിരിക്കുന്നു. ഈ ക്ലാവ് പിടിച്ചിരിക്കുമ്പോൾ അവർക്ക് ഇനിയിപ്പോ ഖുർആനോ റസൂലോ ഇസ്ലാമോ ഈ ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ എല്ലാ ഹിദായത്തുമോ ഇവർക്ക് ഉപകാരപ്പെടാതെ വരും. ഇപ്പൊ എല്ലാവരും റെസല്യൂഷൻ എടുക്കുന്ന കാലമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ എല്ലാവരും ന്യൂ ഇയറിന് റെസല്യൂഷൻ എടുക്കും. പുതിയ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ പുതിയ പ്രതിജ്ഞകൾ. ഇതാണ് പുതുതായിട്ട് ഞാൻ നാളെ മുതൽ നടക്കാൻ തീരുമാനിക്കുന്നു, ഞാൻ നാളെ മുതൽ ആരോഗ്യം സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു. എല്ലാ നല്ല ശീലങ്ങളും അങ്ങനെ തന്നെയാണ് തുടങ്ങേണ്ടത്, അത് ശരിയാണ്. പക്ഷെ എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ യാ ഖാദിമൽ ജിസ്മി, അല്ലയോ ശരീരത്തെ സേവിച്ചും ശരീരത്തെ പോറ്റിയും ശരീരത്തിന് തിന്നാൻ കൊടുത്തും ശരീരത്തിന് ഉടുപ്പിച്ചും ജീവിച്ചവരായിരുന്നു മുൻഗാമികൾ. അവരെവിടെ? വലിയ ചോദ്യമാണ്. അവരെവിടെ? ഒരു 4 തലമുറക്കപ്പുറം വല്ലിപ്പാന്റെ പേര് പോലും ഓർമ്മയില്ല നമുക്ക്. അവരും എവിടെയാ? ബർസഖിലാണ്. പരലോകത്തേക്ക് എത്തിയിട്ടില്ല. യൗമുൽ ബഅസ് എത്തിയിട്ടില്ല. പുനരുത്ഥാന നാൾ അവർക്ക് എത്തിയിട്ടില്ല. സംഭവിക്കുന്നത് ബർസഖിൽ മാത്രമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. പുനരുത്ഥാനത്തിന്റെ നാളുവരെ ബർസഖിൽ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും അവരുടെ ആഗ്രഹം? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പതിതരായി നിന്ദ്യരായി തീരുന്ന മനുഷ്യരുടെ മരണശേഷമുള്ള ആഗ്രഹം, നാളെ അള്ളാഹു അവരെ വിലയിരുത്തുമ്പോഴുള്ള അവരുടെ ആഗ്രഹം, ലഅല്ലി അർജിഉ, മടക്കത്തിനൊരവസരം പടച്ചവനെ എനിക്ക് തരുമെങ്കിൽ, അഅ്മലു സ്വാലിഹൻ, നല്ലത് ചെയ്യാമല്ലോ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ വ്യഭിചാരികൾ പിറക്കുന്ന ദിവസം എന്നറിയോ നിങ്ങൾക്ക്? ജീവിതത്തിൽ ആദ്യമായി നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ വ്യഭിചരിക്കുന്ന ദിവസം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ജനുവരി 31 അല്ല, ഡിസംബർ 31 ജനുവരി 1 പുലർച്ചെ, അതായത് പുതിയ വർഷം. ജീവിതത്തിൽ ആദ്യമായി ഒരു നുള്ള് മദ്യത്തിന്റെ ടേസ്റ്റ് തൊടാത്തവൻ തൊട്ടു നോക്കുന്നത്, നക്കാത്തവൻ നക്കി നോക്കുന്ന ദിവസം ഏതാണെന്നറിയോ? ആ ദിവസം ഒരു തെറ്റിലേക്കും കാര്യമായ ഒന്നിലേക്കും പോകാത്തവർ ആദ്യമായി ഈ ചങ്ങാത്തത്തിന്റെ ഒരു കെണിയിലേക്ക് വീഴുന്ന ദിവസം എന്നറിയോ? അതാണ് ഈ നിരർത്ഥകമായി ഹാപ്പി ന്യൂ ഇയറിന്റെ ഒക്കെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോ വളരെ വ്യാപകമായ ഒരു സമൂഹത്തിലുള്ളത്. ഇത് ഒരു സമൂഹത്തിന്റെയും കൈഫ അൻതും ഇദാ ഫസഖ ശബാബുക്കും വതഗത് നിസാഉക്കും വതറക്തുമുൽ ജിഹാദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയിരിക്കും, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങളിലെ യുവാക്കൾ കെട്ടുപോയാൽ, നിങ്ങളിലെ പെൺകൊടികൾ വഴിതെറ്റിപ്പോയാൽ. സഹാബികൾ ചോദിച്ചു, റസൂൽ അങ്ങനെയൊക്കെ ഉണ്ടാവും? ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവും? ബൽ വ അശദ്ദു മിൻ, അതിനേക്കാൾ അപ്പുറമുണ്ടാവും. റസൂൽ ചോദിച്ചു, കൈഫ അൻതും, എങ്ങനെയുണ്ടാകും? നിങ്ങൾ നന്മ കൽപ്പിച്ചില്ലെങ്കിലും തിന്മ വിരോധിച്ചില്ലെങ്കിലും എങ്ങനെയുണ്ടാകും? സഹാബിമാർ ചോദിച്ചു, അങ്ങനെ ഉണ്ടാവും? നന്മ കൽപ്പിക്കാതിരിക്കുമോ ഞങ്ങൾ? തിന്മ വിരോധിക്കാതിരിക്കുമോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ വഅശദ്ദു മിൻ, അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥ ഉണ്ടാവും. എന്താണ്? നന്മ കൽപ്പിക്കുകയില്ല, തിന്മ വിരോധിക്കില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കും. എന്താ? നന്മ തടുക്കും, തിന്മ കൽപ്പിക്കും. ചുറ്റുമിങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ മാടി വിളിക്കുന്ന പരസ്യപ്പലകകൾ, നമ്മളിലേക്ക് വരുന്ന കെട്ടുകാഴ്ചകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയി പോലും നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്താ? എന്തിലേക്ക് മാടി വിളിക്കുന്ന? കുറെ തിന്നാൻ, കുറെ ഉടുക്കാൻ, കുറെ പേര് ഉടുത്തതിൻ്റെയും ഉണ്ടതിൻ്റെയും നടത്തിയതിൻ്റെയും കാഴ്ചകൾ വിളമ്പിത്തരാൻ. കൈഫ അൻതും, ഇതെങ്ങനെ വരും? അതുകൊണ്ട് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാലോചന, ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാ നല്ല അവസരങ്ങളും ഇസ്ലാമിന് അനുഗുണമായി ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മോശപ്പെട്ടൊരു കാര്യമൊന്നുമല്ല. ഇപ്പൊ ന്യൂ ഇയറിന്റെ ഒരു സമയം വെച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു നല്ല കാര്യം തീരുമാനിക്കുന്ന ഒരു ബിദഅത്തൊന്നുമില്ല. നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തണം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന്, കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന്, കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ഈ ആഴ്ച മെച്ചപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. എന്താണ് നമ്മളുടെ ആത്മീയമായ വളർച്ച എന്നുള്ളതാണ്. ഇനിയും ഇതേപോലെ തന്നെ ഇങ്ങനെ പോയി ഏതോ ഒരു ദിവസം മരണപ്പെട്ട് വീട്ടിലെ കൂടി വന്നാൽ ഒരു 2 മാസത്തെ ഒരു ചർച്ച മാത്രം ഉണ്ടാകുന്ന ഒരു പേരായി, അതിനുശേഷം ആണ്ടിലൊരിക്കലുള്ള ഒരു പേരായി, പിന്നീട് ആണ്ടറുതിയിൽ പോലും മറ്റുള്ളവരുടെ സ്മരണയിലില്ലാതായി. അല്ലെ? വല്യപ്പാന്റെ പേര് ഇപ്പോഴാരെങ്കിലും പറയണ്ടോ? കൂടി വന്ന വാപ്പാന്റെ പേരല്ലേ പറയണുള്ളൂ. ഇത് ആരുമില്ല. കൂടി വന്നൊരു 3 തലമുറക്കപ്പുറം വലിയ തറവാടികളുടെ പേര് പോലും ആരും പറയൂല. നമുക്ക് നമ്മളെയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള വളരെ ഗുരുതരമായി നമ്മളിൽ അടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെ കണ്ടെത്താൻ പ്രിയപ്പെട്ടവർ, അങ്ങനെ എന്നിട്ട് നമ്മൾ നിസ്കരിക്കാവൂ, എന്നിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കാവൂന്നാണ് ഇക്ബാൽ പറയുന്നുണ്ട്. രഹ് ഗയി റസ്മെ അദാ റൂഹ് ബിലാലി നരഹി, രഹ് ഗയി റസ്മെ അദാ, ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ബാങ്കിന്റെ ആ വാക്കുകൾ ഇപ്പോഴുണ്ട്. പക്ഷെ റൂഹ് ബിലാലി നരഹി, ബിലാലിന്റെ റൂഹിൽ ബാങ്ക് കൊടുക്കാൻ ഒരു മനുഷ്യരുമില്ല. ഫൽസഫ രഹ് ഗയാ തൽക്കീന ഗസാലി നരഹി, വലിയ വലിയ തത്വശാസ്ത്രങ്ങൾ പറയാൻ, വലിയ വലിയ ഇസ്ലാമിനെ കുറിച്ചൊക്കെ കുറെ വിവരമുള്ള കാലമാണ് എല്ലാവർക്കും, കഴിഞ്ഞ തലമുറയെ അപേക്ഷിച്ച്. പക്ഷെ ഇത് വിവരം മാത്രമാണ്. ഇതിനോടൊപ്പമുള്ള ഒരു വസീയത്ത്, ഇതെന്റെ മനസ്സിനോട് ഉൾച്ചേർക്കണമെന്നുള്ള കാഴ്ചപ്പാട് മനുഷ്യർക്ക് നഷ്ടപ്പെട്ട കാലമാണ്. തഖാറുബുസ്സമാൻ, മനുഷ്യർക്ക് അവസാന കാലഘട്ടം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവസാന കാലഘട്ടത്തിലെ റസൂലാണ് അല്ലെ? അവസാനത്തെ റസൂൽ വന്നിട്ട് 1500 കൊല്ലം കഴിഞ്ഞു. അവസാനത്തെ റസൂൽ വന്നിട്ട് ഏത് ലോകത്തെക്കുറിച്ച്, ഏത് കാലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഇഖ്തറബത്തിസ് സാഅ വൻശഖൽ ഖമർ, നിങ്ങൾ കടുത്തിരിക്കുന്നു, ഈ ലോകത്തിന് തന്നെ അന്ത്യസമയം അടുത്തിരിക്കുന്നു. നിങ്ങളുടെ അന്ത്യസമയം ഏത് സമയമാകാം? അതുകൊണ്ട് മരണത്തെക്കുറിച്ചും ബർസഖിനെ കുറിച്ചും സ്വന്തം ജീവിതത്തിലെ എന്താണ് തങ്ങളുടെ കർമ്മഭാണ്ഡം, അതിന്റെ കനമെന്താണ്, എന്താണ് അതിലെ നന്മകൾ, അതിലെ തിന്മകൾ, ഇതിനെ ഏറ്റവും ചുരുങ്ങിയത് അതിനെക്കുറിച്ചുള്ള അന്വേഷണം. ഇപ്പൊ എയർപോർട്ടിൽ കടത്തിവിടുമ്പോൾ നമ്മളുടെ കയ്യിൽ എന്തൊക്കെയുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യുമല്ലോ. ആ ഒരു പരിശോധന സ്വന്തം അമലിനെ കുറിച്ച് ചെയ്തിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെ ഉഷാറാവും. കാരണം നമ്മളുടെ കയ്യിൽ നമുക്ക് പാസഞ്ചേഴ്സിന് ഹാനികരമാകുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ആ ചെക്കിങ്ങിലൂടെ ഉറപ്പുവരുത്തുന്നത്. നമ്മുടെ വല്ല ബ്ലേഡോ അതല്ലെങ്കിൽ വല്ല പേന കത്തിയോ ഒക്കെ ഉണ്ടോന്നാണ് ആ നോക്കുന്നത്. ബോംബൊന്നും അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ഈ ചെറിയ കാര്യം പോലും ഉണ്ടോന്നാണ് ആ നോക്കുന്നത്. ദുനിയാവിലൊരു പ്ലെയിൻ യാത്ര നടത്താൻ അത്ര സൂക്ഷ്മതയുണ്ട്. ദുനിയാവിന് ഈ മനുഷ്യനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇയാൾ അങ്ങോട്ട് യാത്രയൊക്കെയാണ്. ഇയാൾക്ക് ഒരു പരിശോധനയും സാധ്യമായിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള അവസരമാണ്. ശരിക്കും ഒരു ദിവസം കൂടുതൽ പടച്ചോൻ തന്നത് നീ പോയിട്ട് ബിസിനസ് ഉഷാറാക്കുമെന്ന് പറഞ്ഞിട്ട് തന്നത് മാത്രമല്ല, നിനക്ക് ഒരു ദിവസം കൂടി തന്നിരിക്കുന്നു, ഇനിയെങ്കിലും മോനെ നീ നന്നാവുമെന്നാണ് പറയുന്നത്.
65 വയസ്സെത്തിയവർ 70 വയസ്സെത്തിയവർ മനസ്സിലാക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും 7 വയസ്സ് കൂടുതൽ ജീവിച്ചിട്ടുണ്ട് നിങ്ങൾ. പറയണം പടച്ചോൻ ഒരു ദിവസം കൂടുതൽ തരുമെന്നാണെന്നറിയോ? എല്ലാ പൊന്നു ചങ്ങായി, ഒരു ദിവസം കൂടി ഇതാ എക്സ്ട്രാ നിനക്ക് തരണം. 30 വയസ്സായവര് 40 വയസ്സിലേക്ക് ഒരു 10 കൊല്ലം കൂടുതൽ തന്നത് നിന്റെ യൗവനകാലത്തെ നീ 30 വയസ്സ് വരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഒരു 10 വർഷം കൂടി കൂടുതൽ തരികയാണ്. ഇതൊരു ശപഥമായി ഏറ്റെടുത്തുകൊണ്ട് എല്ലാവിധ നല്ല കാര്യങ്ങളും, അത് ഇപ്പോൾ ആരോഗ്യശീലങ്ങളാകട്ടെ, നടത്തമാകട്ടെ, അതല്ലെങ്കിൽ ഭക്ഷണത്തിലുള്ള ക്രമീകരണമാകട്ടെ, അതൊക്കെ വേണം. പക്ഷെ അതൊന്നും നമ്മളെ ബാക്കിയാക്കുന്ന കാര്യമല്ലല്ലോ. ഈ ദുനിയാവിൽ ആയുസ്സുണ്ടെങ്കിൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്, അല്ലാതെ ആയുസ് കൂട്ടാനല്ല. ആയുസ് ആരും കൂട്ടി തരാൻ പറ്റില്ല. ആയുസ് ഉണ്ടായിപ്പോയാൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ ആരോഗ്യവും ആയുസ്സും തമ്മിലൊരു ബന്ധമൊന്നുമില്ല. മറിച്ച് ആരോഗ്യവും ആയുസ്സുണ്ടായാൽ അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ രോഗാതുരമായ ജീവിതമല്ല, സ്വന്തം കാര്യം ആയുസ്സുള്ള കാലത്ത് പരമാവധി തന്നെത്താൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓടന്തും ചാടന്തും. അല്ലാതെ മരണത്തിൽ നിന്ന് ഓടാൻ പറ്റൂല. നിങ്ങൾക്ക് അത് ആ ഫിറാർ ഉപകാരപ്പെടുകയില്ല എന്നാണ്. ഇദാ കുൻത ഫീ ഇദ്ബാർ വൽ മൗതു ഫീ ഇഖ്ബാൽ. അലി ഇബ്നു അബി താലിബ് പറയാ, നീ മരണത്തിൽ നിന്ന് എത്ര പിന്തിരിഞ്ഞോടുന്നുവോ അത്രത്തോളം നിന്റെ കൺമുന്നിലാണ് മരണമുള്ളത്. അപ്പോൾ പുതിയ ഈ വർഷം നമ്മളെക്കുറിച്ച് നമ്മുടെ ആത്മീയ കാര്യങ്ങൾ, വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം, നമസ്കാര കാര്യങ്ങളിൽ നമ്മുടെ ചിട്ട, പുതിയ നല്ല അമലുകളിലെ വർധനവ്, റമദാൻ വരികയാണ്. റമദാനിലേക്കുള്ള നമ്മളുടെ തയ്യാറെടുപ്പ് ഏറ്റവും മികച്ചതാക്കാൻ, പുതിയ നല്ല ശപഥങ്ങൾ ഉണ്ടാകാൻ, പുതിയ നല്ല പ്രതിജ്ഞകൾ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. പടച്ചതമ്പുരാനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും സുന്ദരമായി ആ നിലക്ക് സ്വന്തത്തെക്കുറിച്ച് പരിശോധന നടത്തി അള്ളാഹുവിലേക്ക് നല്ല ആത്മീയമായ തീർത്ഥയാത്ര നടത്താൻ പറ്റുന്ന, നാളെ നിർമ്മലമായ മനസ്സോടുകൂടി പരലോകത്ത് നഫ്സുൽ മുത്മഇന്നയായി വിളികേട്ട്, മാലാഖമാരുടെ വിളികേട്ട് നാളെ സ്വർഗത്തിലേക്ക് പോകാൻ, ബർസഖി ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ പടച്ച റബ്ബ് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ സുഹൃത്ത് നിഹാല് വലിയ ഇസ്ലാമികമായ മാർഗത്തിൽ വലിയ സേവനങ്ങൾ, 23 ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില ആളുകൾ മരണപ്പെടുമ്പോൾ നമുക്ക് തോന്നി കൊച്ചുപ്രായത്തിൽ അവരൊക്കെ പടച്ചോ നല്ല രീതിയിൽ പരീക്ഷിച്ച് കഴിഞ്ഞു, മോനെ നീ തിരിച്ചു പോര്, നിനക്കുള്ള സ്വർഗമായി. അത്തരത്തിൽ പറയാവുന്ന ഒരു കുട്ടി, അത്തരത്തിൽ നമുക്ക് പറയാവുന്ന കുട്ടികൾ മരണപ്പെട്ട കുട്ടികളിൽ 90-95% നമ്മൾ അങ്ങനെ തന്നെയാണ് കാണാറുള്ളത്. നമുക്കപ്പോൾ അവസരം തരുന്നത് പടച്ചോനെ കുറച്ചും കൂടി നമ്മളെ പരിശോധിക്കാനൊക്കെ നമുക്ക് സമയം വേണം എന്നുള്ളത് കൊണ്ടും, നമ്മളൊന്നും നമ്മളെ കൃത്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും, മലിനമായ അംശങ്ങൾ നമ്മളിൽ ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ടും കൂടിയായിരിക്കും എന്നുള്ളൊരു ഉൾക്കാഴ്ച കൂടി ഇത്തരം നമ്മുടെ സഹപ്രവർത്തകരുടെ മരണങ്ങൾ നമുക്ക് തരേണ്ടതുണ്ട്. അള്ളാഹു ആ നിലക്കുള്ള ദിശാബോധം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.